ജോലിക്ക് വന്ന് മരുഭൂമിയിൽ പെട്ടുപോയ ഭാര്യയുടെ അടുത്തേക്കാണ് ഞാൻ ഇന്ന് പോയത്. പെട്ടുപോകാൻ കാരണം തന്റെ സുഹൃത്താണ്. എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഒരുപാട് തവണ ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. അന്ന് ആ സുഹൃത്ത് പറഞ്ഞത് സിറ്റിയിലാണ് താമസമെന്നും കടകളും മറ്റ് സൗകര്യങ്ങളും കറണ്ടും എല്ലാം ഉള്ള ഒരു സ്ഥലമെന്നാണ് പറഞ്ഞത്. പക്ഷെ ബായി എത്തിപ്പെട്ടത് മലയിടുക്കിലെ ഒരു കുഗ്രാമത്തിലാണ്. അവിടെ സൗകര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമായ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ അവിടെ പോകുന്ന സമയത്ത് രാത്രി, അന്ന് ബായി എനിക്ക് ആഹാരം ഉണ്ടാക്കി തന്നു. പക്ഷെ അന്നിരുന്ന് കഴിച്ചത് ഇരുട്ടത്തായിരുന്നു, വെട്ടം പോലും ഇല്ലായിരുന്നു. അതിനുശേഷം എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ പല സൗകര്യങ്ങളും ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ. കഴിക്കാൻ നല്ല ആഹാരമില്ല. ആ ബായ് റെസ്റ്റ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫുൾ ടൈം ജോലിയാണ്. ചുമ്മാരിക്കുന്നത് കണ്ടാൽ പുള്ളിയുടെ കഫയിൽ വഴക്കു പറയും. മിണ്ടാനോ സംസാരിക്കാനോ ആരുമില്ല. ഈ ഒരു ബായിയുടെ കാഴ്ചകൾ കണ്ടതിന് ശേഷം എന്റെ മനസ്സിലെ പ്രാർത്ഥന എന്തെന്ന് വെച്ചാൽ, ഒരു പ്രവാസിക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ കൊടുക്കല്ലേ എന്നാണ്. ആ ബായിക്ക് നാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും പുള്ളിയുടെ അറബി 2 വർഷം കഴിയാണ്ട് വിടില്ല എന്നാണ് പറയുന്നത്. ഇന്ന് അങ്ങോട്ടേക്ക് ഓട്ടം വന്നപ്പോൾ ബായിയെ വിളിച്ചിട്ട് സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കുറേ സാധനങ്ങൾ കൊണ്ടുപോയോണ്ട് ഇന്ന് കറി വെക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കറണ്ടോ ഫ്രിഡ്ജോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, എന്തെല്ലാം സൗകര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. എന്നിട്ട് നമുക്കും പരാതിയും വിഷമങ്ങളാണ്, അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ യാത്രയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ഈ ഒരു ബായിയാണ് കേട്ടോ.